നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള വാനില ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിലുള്ള ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഐസ്ക്രീമിലേക്കുള്ള ചേരുവകളൊക്കെ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. അതിനുശേഷം ഓരോന്നും ചേർക്കുന്ന സമയത്ത് ഈ അനുപാതം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. മിൽമയുടെ 3.5% ഫാറ്റുള്ള പാലാണിത്. പിന്നെ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ടെക്സ്ചറും ഐസ്ക്രീമിന് നല്ലൊരു ബോഡിയും കൊടുക്കാനുള്ള ചേരുവയാണ് പാൽപ്പൊടി. ഇത് നെസ്ലെ എവരിഡേ പാൽപ്പൊടിയാണ്. ഇവിടെ 5 ടേബിൾ സ്പൂൺ, അതായത് 50 ഗ്രാം പാൽപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഐസ്ക്രീമിലേക്കുള്ള മിൽക്ക് ഫാറ്റായിട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ വരുന്നത് സ്വീറ്റ്നെസ് ആണ്. അപ്പോൾ നമ്മൾ സ്വീറ്റ്നെസ് ആയിട്ട് 100 ഗ്രാം പഞ്ചസാര, 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം അര കപ്പിനേക്കാളും അല്പം കൂടി കുറവ്, 1 ടേബിൾ സ്പൂണോളം കുറവുണ്ട്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കേക്ക് മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുന്ന കടയിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇത് മേടിക്കാൻ കിട്ടും. ഇതിനധികം വിലയൊന്നുമില്ല. 1 കിലോയുടെ ബോട്ടിലിന് ഏകദേശം 155 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മൾ ഐസ്ക്രീമിലേക്ക് ചേർക്കുന്നത് ഐസ്ക്രീം കൂടുതൽ സ്മൂത്ത് ആവാനും പിന്നെ നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് അതിൽ വലിയ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഐസ്ക്രീമിലെ എമൽസിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് GMS പൗഡറാണ്. ഇത് ഒരു ഫുഡ് അഡിറ്റീവ് ആണ്, ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നല്ല. ഗ്ലിസറോൾ മോണോസ്റ്റിറേറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. E471 എന്നാണ് ഇതിന്റെ കോഡ്. നമ്മളിത് ഐസ്ക്രീമിലേക്ക് ചേർക്കുന്നത്, നമുക്കറിയാം ഐസ്ക്രീം എന്ന് പറയുന്നത് വെള്ളവും ഫാറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംയുക്തമാണ്. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ എണ്ണ എപ്പോഴും മുകളിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള, അതായത് ഈ വെള്ളവും ഫാറ്റും തമ്മിലുള്ള സംയോജനത്തെ കൂടുതൽ സുഗമമാക്കുന്ന ഒരു ഏജന്റാണ് എമൽസിഫയർ. അപ്പോൾ ഇത് ചേർക്കുന്നതിലൂടെ നമ്മുടെ ഐസ്ക്രീം കൂടുതൽ സ്മൂത്ത് ആകും. പിന്നെ നമ്മളത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വോളിയം നന്നായിട്ട് കൂടി അതിലേക്ക് നന്നായിട്ട് എയർ കടക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ചേരുവയാണ് GMS പൗഡർ. പിന്നെ CMC പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇത് സ്റ്റെബിലൈസർ ആണ്. കാർബോക്സി മീഥൈൽ സെല്ലുലോസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഐസ്ക്രീമിന്റെ വിസ്കോസിറ്റി കൂട്ടാനും, അതായത് അതിന്റെ കട്ടി കൂട്ടാനും, പിന്നെ നമ്മൾ ഐസ്ക്രീം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് CMC പൗഡർ ഐസ്ക്രീം മിക്സിലേക്ക് ചേർക്കുന്നത്. പിന്നെ വരുന്നത് ഫ്ലേവർ ആണ്. നമ്മളിപ്പോൾ വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വാനില എക്സ്ട്രാക്റ്റ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫ്ലേവറിങ് ഏജന്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐസ്ക്രീമിന്റെ മെയിൻ ആയിട്ടുള്ള ചേരുവകൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചേരുവകൾ ഉപയോഗിച്ച് ഐസ്ക്രീം റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ പാലൊന്ന് തിളപ്പിച്ച് അതിന്റെ വെള്ളത്തിന്റെ അളവിനെ കുറച്ചെടുക്കണം. ഈ 1 ലിറ്റർ പാലിൽ 87% വെള്ളമാണുള്ളത്. ശരിക്കും ഒരു ഐസ്ക്രീം മിക്സിൽ 55 തൊട്ട് 64% വരെ വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അധികമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ് നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അതായത് ഒരു 250 മില്ലി തൊട്ട് 300 മില്ലി വരെ പാല് വറ്റി വരുമ്പോഴാണ് ആ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആവുന്നത്. നമ്മൾ ഇത്രയും വെള്ളം ഇതിനും വറ്റിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം തണുപ്പിക്കുന്ന സമയത്ത് അതിന് വലിയ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകും. ഐസ്ക്രീം അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കില്ല. ഇതേപോലെ ഒരു സോസ് പാനിലാണ് നിങ്ങൾ പാല് തിളപ്പിക്കുന്നതെങ്കിൽ പാല് തിളച്ച് വന്ന ശേഷം തീ ഏറ്റവും കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റോളം ഇങ്ങനെ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാൽ അടുക്കി പിടിക്കാനോ അല്ലെങ്കിൽ പാട കെട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ പറഞ്ഞ അളവിൽ വെള്ളം വറ്റി വന്നു കഴിയുമ്പോൾ അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ഐസ്ക്രീം മിക്സിൽ 9 തൊട്ട് 13% വരെയാണ് സോളിഡ്സിന്റെ അളവ് വേണ്ടത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാലിൽ 8.5%, അതായത് 1 ലിറ്റർ പാലിൽ 85 ഗ്രാം സോളിഡ്സ് ആണ് ഉള്ളൂ. നമ്മുടെ ആ പാലിന്റെ പാക്കറ്റ് നോക്കിയാൽ SNF 8.5% എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി കൂടുതലായിട്ട് വേണ്ടി വരുന്ന സോളിഡ്സ് പാൽപ്പൊടിയുടെ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ ഇപ്പോൾ 50 ഗ്രാം പാൽപ്പൊടി ചേർക്കുമ്പോൾ ആ പാൽപ്പൊടിയിൽ ഒരു 10 ഗ്രാമോളം ഫാറ്റ് കണ്ടന്റ് ആണ്. ബാക്കിയുള്ള 40 ഗ്രാമാണ് സോളിഡ്സ് ആയിട്ട് നമ്മുടെ ഈ മിക്സിലേക്ക് ചേരുന്നത്. അപ്പം ഈ പാൽപ്പൊടിയിലുള്ള 40 ഗ്രാമും പാലിലുള്ള 85 ഗ്രാമും കൂടി ചേർന്നിട്ട് 125 ഗ്രാമാണ് നമ്മുടെ ഈ മിക്സിലെ സോളിഡ്സിന്റെ അളവ്. ഇപ്പം ഇവിടെ പാല് തിളച്ച് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പാല്, ഒരു 1/2 കപ്പോളം പാല് വേറൊരു പാത്രത്തിലേക്ക് ആക്കണം. എന്നിട്ട് അതിന്റെ ചൂട് നാറി വന്ന ശേഷം വേണം അതിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാൻ. പാൽപ്പൊടിയും മറ്റ് GMS CMC ഒക്കെ ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് ബാക്കിയിരിക്കുന്ന പാലിൽ പാട കെട്ടാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അടിച്ച് പതപ്പിച്ച് വെക്കണം.
ഇപ്പോൾ ഈ പാലിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ അളവിൽ തന്നെ ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കണം കേട്ടോ. കാരണം പാലിലെ സോളിഡ്സിൻ്റെ അളവ് കുറഞ്ഞാൽ ഐസ്ക്രീം തണുപ്പിക്കുമ്പോൾ അതിൽ വലിയ ക്രിസ്റ്റൽസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് GMS പൗഡർ ചേർക്കാം. ഇവിടെ നമ്മൾ 15 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ ആ ഒരളവിൽ ചേർത്ത് കൊടുക്കാം. CMC പൗഡർ വളരെ കുറച്ചാണ് ചേർക്കുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിത് മറ്റു പാലിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഗ്ലൂക്കോസ് സിറപ്പ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുക. നമ്മളിതുപോലെ സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ട് എടുക്കുകയാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ആ പാലിലേക്ക് തന്നെ മുക്കി വെക്കാം. എന്നിട്ട് നമ്മൾ പാൽ ഒന്നുകൂടി ചൂടാക്കും. ആ സമയത്ത് ഇതിലേക്ക് മെൽറ്റായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നോളൂ. ഐസ്ക്രീം മിക്സിൽ 12 തൊട്ട് 16% വരെയാണ് സാധാരണയായിട്ട് സ്വീറ്റ്നെസ് ചേർക്കാറ്. ഇപ്പം നമ്മളിവിടെ 100 ഗ്രാം പഞ്ചസാരയും പിന്നെ ഒരു ഏകദേശം 50 ഗ്രാമോളം ഗ്ലൂക്കോസ് സിറപ്പും ചേർത്തിട്ടുണ്ട്. അപ്പം മൊത്തം 150 ഗ്രാം, അതായത് ഏകദേശം 15% നമ്മൾ ചേർത്തിരിക്കുന്ന സ്വീറ്റ്നെസിന്റെ അളവ്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് ചെറുതായിട്ട് തിള പൊട്ടി വരുന്നവരെ നമുക്ക് ഇത് ചൂടാക്കി എടുക്കണം. ഐസ്ക്രീം മിക്സിൽ ശരിക്കും 10 തൊട്ട് 16% വരെയാണ് ഫാറ്റിന്റെ അളവ് ചേർക്കാറ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാലിൽ 3.5% ഫാറ്റ് ഉണ്ട്. അതായത് 35 ഗ്രാം ഫാറ്റ് ഉണ്ട് 1 ലിറ്റർ പാലിൽ. ഇപ്പം നമ്മൾ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ 85 ഗ്രാം മാത്രമാണ് ഫാറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് വെള്ളം അതുപോലെയുള്ള മറ്റു സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ പാലിലുള്ള 35 ഗ്രാമും ഈ ബട്ടറിലുള്ള 85 ഗ്രാമും പിന്നെ നമ്മൾ ആദ്യം പാൽപ്പൊടി ചേർത്ത് കൊടുത്തല്ലോ, അതിലൊരു 10 ഗ്രാമോളം ഫാറ്റ് ഉണ്ട്. അതും കൂടി ചേർന്നിട്ട് മൊത്തം 130 ഗ്രാം ഫാറ്റാണ് നമ്മുടെ ഈ മിക്സിലേക്ക് ചേർന്നിരിക്കുന്നത്. അതായത് ഏകദേശം 13% ഫാറ്റാണ് നമ്മുടെ ഈ ഐസ്ക്രീമിലുള്ളത്. ഇതിൽ ചെറുതായിട്ട് തിള പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ചേർക്കാനുള്ളത് വാനില എക്സ്ട്രാക്ട് മാത്രമാണ്. അത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മിക്സ് നന്നായിട്ട് ചൂടാറ്റിയെടുക്കണം. ഒന്നെങ്കിൽ നമ്മൾ ഈ പാലൊക്കെ അടിച്ച് പതിപ്പിക്കുന്ന പോലെ ചൂടാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഇളക്കി അതിന് ചൂടൊന്ന് മാറ്റിയെടുക്കാം. ഈ മിക്സ് നന്നായിട്ട് ചൂടാറി വന്നു കഴിയുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഐസ്ക്രീം തണുപ്പിക്കാനായിട്ട് ഫ്രീസറിൽ വെക്കുന്നത് അതിലേക്ക് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാൻ. ഫ്രീസറിൽ വെച്ചിത് തണുക്കുമ്പോഴാണ് ഈ മിക്സിന്റെ വിപ്പിംഗ് കപ്പാസിറ്റി കൂടുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു 4 മണിക്കൂർ തണുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ പകുതി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യാനുള്ള ആ പാത്രവും പിന്നെ ബീറ്ററിന്റെ ബ്ലേഡും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ആ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി വാനില കൂടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ തന്നെ ഒരു 6-7 മിനിറ്റോളം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബീറ്റ് ചെയ്ത് വരുംതോറും ഇതിന്റെ വോളിയം നന്നായിട്ട് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ ടെക്സ്ചറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വന്ന് കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ വോളിയം മാത്രമേ കൂടുന്നുള്ളൂ, വെയിറ്റ് കൂടുന്നില്ല കേട്ടോ. ഇതിലേക്ക് നന്നായിട്ട് എയർ കിടക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ വോളിയം നന്നായിട്ട് കൂടി വരുന്നത്. ഇങ്ങനെ ഇതിന്റെ വോളിയം കൂടി വരുന്നതിന് ഓവർ റൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസർ വെച്ച് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് ആ ഫ്രീസർ വെക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ, നമ്മൾ ആദ്യം ഒഴിച്ചപ്പോൾ ഉള്ള മിക്സിന്റെ അളവും ഇപ്പം അതിന്റെ വോളിയം കൂടി വന്നിരിക്കുന്നതും. ഇത് ഏകദേശം 2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പാത്രമാണ്. അത് ഏതാണ്ട് നിറഞ്ഞു വരുന്ന അത്രയും അളവിൽ നമുക്ക് ഐസ്ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കുറഞ്ഞതൊരു 10 മണിക്കൂർ, ഏറ്റവും നല്ലത് ഓവർനൈറ്റ് തണുപ്പിക്കുന്നതാണ്. അത്രയും നേരം നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഐസ്ക്രീം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. കറക്റ്റ് അനുപാതത്തിൽ ചേരുവകളൊക്കെ ചേർത്തെടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഗ്ലൂക്കോസ് സിറപ്പും പിന്നെ CMC പൗഡർ, GMS പൗഡർ അതൊക്കെ കിട്ടാൻ പ്രയാസമുള്ള ചേരുവകളൊന്നും അല്ല. പിന്നെ അധികം എക്സ്പെൻസീവ് അല്ല.
അപ്പം നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.